എല്ലാ പ്രിയപ്പെട്ടവർക്കും 360 മണിയുടെ ഏറ്റവും പുതിയൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോനെ ഞാൻ അമേസിംഗ് എന്ന് വിശേഷിപ്പിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളിൽ വന്നു ചേരുന്ന സാലറി നിങ്ങൾ പല രീതിയിലുള്ള കടങ്ങൾ കൊടുത്തു തീർക്കുമ്പോൾ തന്നെ ആ ഒരു സാലറി പൂർണ്ണമായിട്ടും ഒരു സീറോ സ്റ്റേറ്റ് അക്കൗണ്ട് ബാലൻസിലേക്ക് മാറുന്നു. അതായത് ചിലപ്പോൾ 50,000 രൂപയുടെ സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയെന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾ ആ ദിവസം കാണുന്നത്. എന്നാൽ ആ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സാലറി സീറോ ആയി മാറുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. പിന്നെ വീണ്ടും ക്രെഡിറ്റ് കാർഡുകളും മറ്റ് ഉപാധികളും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ പണം റോള് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അന്നത്തെ ആ ഒരു മാസത്തെ സാമ്പത്തിക സ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അടുത്ത മാസം സാലറി വരുമ്പോൾ ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് മോഡിലേക്ക് കടക്കുന്നു. അതായത് വീണ്ടും സാലറി ക്രെഡിറ്റ് ആവുന്നു, അത് സീറോ ആയി മാറുന്നു. എന്നാൽ ഈ ഒരു സാലറിക്ക് കുറച്ചൊരു എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടാതെ തന്നെ നിങ്ങളുടെ ബാങ്കിൽ ഒരു നോൺ സീറോ അക്കൗണ്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു മാസത്ത് കുറച്ച് നാളത്തേക്കെങ്കിലും സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ കേട്ടുകൊള്ളൂ. ഇൻട്രൊഡ്യൂസിങ് യൂണി പേചെക്ക്. ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് യൂണി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി നൽകുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പേചെക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റിയും ഒരു സാലറീഡ് ആയിട്ടുള്ള നല്ല ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും ആണ് ഉള്ളത്. നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന് എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഞങ്ങളുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ ഒരു പ്രോഡക്റ്റിന് എലിജിബിലിറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ടേക്ക് എ സാലറി ബിഫോർ യുവർ സാലറി എന്നുള്ളതാണ്. അതായത് ഓരോ മാസവും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് 1,00,000 രൂപ വരെ ഫ്രീ ആയിട്ടുള്ളൊരു ഫിക്സഡ് ക്രെഡിറ്റ് നിങ്ങളുടെ ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നൽകുന്നു. അതായത് നമ്മൾ മറ്റ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ പോലുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ബാങ്ക് ലോൺ പോലുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ക്രെഡിറ്റ് കാർഡിനെ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഒന്നും തന്നെ അവർ തരുന്നില്ല. പകരം നിങ്ങൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് ബാങ്കാണ് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിന് നിങ്ങൾ ചിലവാക്കുന്ന എമൗണ്ട് പേ ചെയ്യുന്നത്. എന്നാൽ യൂണി പേചെക്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഓരോ മാസവും നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് 1,00,000 രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമായിട്ട് പേചെക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഈ പേചെക്ക് പണമായിട്ട് ക്രെഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു മറ്റൊരു സാലറിയെ പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം 3 മിനിറ്റ് മാത്രമേ പേചെക്കിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനും പേചെക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സെറ്റപ്പ് ചെയ്യാനും ആവശ്യമായിട്ട് ഉള്ളൂ. ഇനി പേചെക്ക് നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ ഓരോ മാസവും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് സാലറി ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ മാസവും 15 ദിവസത്തേക്കാണ് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു മാസം പേചെക്കിൻ്റെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ആപ്പിൽ തന്നെ ഉള്ളതാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, എന്താണ് ഈ പേചെക്ക് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ തിരിച്ചടയ്ക്കാനുള്ള കണ്ടീഷൻസ് എന്നിവയാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ പേചെക്ക് യൂണി ഓരോ മാസവും നിങ്ങൾ തിരഞ്ഞെടുത്ത ഡേറ്റിൽ നിങ്ങൾക്ക് അയക്കുന്ന പണം അത് കുറച്ച് നാളത്തേക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മണിയെ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സാലറി റോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ സാധാരണ ഒരു 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ മിക്ക ക്രെഡിറ്റ് കാർഡുകളുടെയും റീപേയ്മെൻറ്റ് ഡേറ്റുകൾ വരുന്നത്. ഏകദേശം ഒരു മാസം തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേചെക്ക് ക്രെഡിറ്റ് ആവുന്നു. അപ്പോൾ ആ ക്രെഡിറ്റ് ആവുന്ന പേചെക്കിൻ്റെ മണി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും മറ്റും പേ ചെയ്യാനും നിങ്ങളുടെ EMIs പേ ചെയ്യാനും ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറി കുറച്ച് നാളത്തേക്ക് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അനക്കാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏകദേശം 15 ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുകയാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടയ്ക്കാൻ പേചെക്ക് വഴി. കാരണം പേചെക്കിൻ്റെ പണം തിരിച്ചടയ്ക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുത്ത മാസത്തിൻ്റെ 20-ാം തീയതിയിലായിരിക്കും. അപ്പോൾ ഏകദേശം അഡീഷണൽ ആയിട്ടുള്ളൊരു 15 ഡേയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ അഡീഷണൽ സാലറിയെ അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യാനുള്ളൊരു സംവിധാനം ലഭ്യമാകുന്നു. ഇനി എമർജൻസി ആയിട്ടുള്ള എക്സ്പെൻസസിന് വളരെയധികം സഹായകമാവും നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ മാസവും ലഭിക്കുന്നത്.
ഇനി റെൻറ്റും യൂട്ടിലിറ്റീസും ഒക്കെ പേ ചെയ്യാനും നിങ്ങൾക്ക് പേ ചെക്ക്, അങ്ങനെ നിങ്ങളുടെ യൂട്ടിലിറ്റീസിലെ ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടും പേ ചെക്ക് സഹായിക്കുന്നു. ഇനി പേ ചെക്ക് ഓരോ മാസവും ഒരു 6-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റിലായിരിക്കും സാധാരണയായിട്ട് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 1-ാം തീയതി വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേ ചെക്ക് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് യൂണിയോട് ആവശ്യപ്പെടാം. പക്ഷേ അതിന് അവർ അഡീഷണൽ ചാർജസ് മേടിക്കും. ഇനി മറ്റേതെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ഡേറ്റും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അതിനും അവർ അഡീഷണൽ ആയിട്ടുള്ള ചാർജ് ഈടാക്കുന്നതായിരിക്കും. റെഗുലറായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധാരണ പേ ചെക്ക് യൂണിയുടേത് ക്രെഡിറ്റ് ആവുന്നത് ഓരോ മാസവും 6-ാം തീയതിയാണ്. അത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്ന് യൂണിയുടെ NBFC പാർട്ട്ണറുമായിട്ട് ചേർന്ന് നിങ്ങളുടെ സിബിൽ സ്കോറും അങ്ങനെയുള്ള സ്കോറുകളുമൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എലിജിബിലിറ്റിയും എമൗണ്ടും പറയുന്നത്. ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 6-ാം തീയതി ആയിട്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ 2 ട്രിക്കുകൾ നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നു. ഒന്ന്, ഈ ഒരു പേ ചെക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതും. 2, പേ ചെക്കിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അഡീഷണൽ എമൗണ്ടിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു റിട്ടേൺസ് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ പേ ചെക്ക് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പേ ചെക്ക് എടുത്ത മാസത്തിൽ ആ ഒരു 20 എന്ന് പറയുന്ന ഡ്യൂ ഡേറ്റിൽ തന്നെ, അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പേ ചെക്ക് തിരിച്ചടയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 15 ദിവസമാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേ ചെക്ക് മണി അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി മണി അവിടെ സ്റ്റില്ലായിട്ട് കിടക്കുന്നത്. ആ ഒരു എമൗണ്ട് യൂണിയിലേക്ക് പോയി നിങ്ങളുടെ ആപ്പ് തുറന്നതിന് ശേഷം ഒരു 19-ാം തീയതിയോ 20-ാം തീയതിയോ ആവുമ്പോൾ തന്നെ നിങ്ങളത് തിരിച്ചടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്രകാരം തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പേ ചെക്കിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ നിങ്ങൾ ഓരോ ദിവസം വൈകുന്നോറും അവരൊരു കൺവീനിയൻസ് ഫീസും കൂടാതെ ഇൻട്രസ്റ്റ് ചാർജുകളൊക്കെ നിങ്ങളിൽ നിന്ന് ചാർജ് ഈടാക്കി തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേ ചെക്ക് ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ആ മാസം 20-ാം തീയതിയിൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പേ ചെക്ക് നിങ്ങളെ തിരിച്ചടച്ചിരിക്കണം എന്നുള്ളതാണ് പേ ചെക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു പേ ചെക്കിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി ആയിട്ടുള്ള ഒരു റിട്ടേൺസ് എടുക്കാനായിട്ട് സാധിക്കുന്നു. അതിന് നിങ്ങളെ സഹായിക്കുന്നത് IDFC ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ്. IDFC ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ഏകദേശം 3 മുതൽ 4% പലിശയാണ് ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അതായത് ഒരു വർഷത്തേക്കുള്ള പലിശ നിരക്കാണ് 3 മുതൽ 4%. എന്നാൽ അവർ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മറ്റ് ബാങ്കുകളെ പോലെ ഇയർലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ അല്ല. പകരം ഓരോ മാസവും അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതാത് മാസത്തിൻ്റെ പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മന്ത്ലി ആയിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പേ ചെക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മന്ത്ലി സേവിങ്സ് അക്കൗണ്ടിലാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേ ചെക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ട്രാ സാലറി എമൗണ്ട് ആ ഒരു അക്കൗണ്ടിൽ കിടക്കുന്നതിനുള്ള ആ ഒരു എമൗണ്ട്, ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ മന്തിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നു. അതായത് പേ ചെക്ക് വഴി നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ മന്തിലും IDFC ഫസ്റ്റ് സേവിങ്സ് ബാങ്ക് ഉപയോഗിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേ ചെക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേ ചെക്കിൻ്റെ ക്രെഡിറ്റ് അക്കൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ്. നിങ്ങൾ ഇതുവരെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വെൽക്കം ഓഫറായിട്ട് ആമസോൺ വൗച്ചേഴ്സും ക്യാഷ് ബാക്കുകളും ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ഓഫറുകൾക്കായിട്ട് വെൽക്കം വൗച്ചറുകളുള്ള ഈ ഒരു ലിങ്കിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ഇതുവരെയും പേ ചെക്കിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഒരു 250 രൂപ അഡീഷണൽ ക്യാഷ് ബാക്ക് ആയിട്ട് യൂണി പേ ചെക്ക് നൽകുന്നുണ്ട്. അപ്പോൾ മടിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേ ചെക്കിൻ്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ 250 രൂപയും കൂടെ കരസ്ഥമാക്കാവുന്നതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തിട്ടുള്ള IDFC ഫസ്റ്റ് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ വീഡിയോ കാണാവുന്നതാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചാർജുകളോ ATM വിഡ്രോവൽ ലിമിറ്റ്സുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല അതൊരു മന്ത്ലി സേവിങ്സ് അക്കൗണ്ടാണ്, മന്ത്ലി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ആ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ യൂണി പേ ചെക്ക് വഴി അഡീഷണൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് റിട്ടേൺ. ഇത്രയൊക്കെയാണ് യൂണി പേ ചെക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യൂണി പേ ചെക്കിൻ്റെ പാർട്ട്നേഴ്സിനെ കുറിച്ചും അവരുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് രീതികളെക്കുറിച്ചും എല്ലാം
അവരവരുടെ സൈറ്റിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് യൂണി പേചെക്കിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് എക്സ്പേർട്സ് ഓൺലൈനാണ്. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് യൂണി പേചെക്കിനെ കുറിച്ചുള്ള കൂടുതൽ അഡീഷണൽ ഇൻഫർമേഷൻസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിസിറ്റ് ചെയ്യുക www.360money.in. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിന് ഇനിയും അഡീഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അമേസിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിച്ചുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ യൂണി പേചെക്ക് എന്ന് പറയുന്ന ഒരു അമേസിംഗ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ക്യാഷ് ബാക്കുകളും അമേസിംഗ് ആയിട്ടുള്ള റിവാർഡ്സും അമേസിംഗ് ആയിട്ടുള്ള ഗുഡീസും ഒക്കെ ഓരോ സമയവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് വൈസായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും ₹1 കൂടി ചിലവാവാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കുറച്ച് സമയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും കൂടാതെ അമേസിംഗ് ആയിട്ടുള്ള ക്യാഷ് ബാക്കുകളും റിവാർഡ്സ് കിട്ടാനും കൂടാതെ ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് അഡീഷണൽ ആയിട്ടുള്ള മന്ത്ലി ഇൻട്രസ്റ്റ് ലഭിക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് യൂണി നൽകിയ ഒരു ഗിഫ്റ്റ് ഹാമ്പർ അൺബോക്സിങ് ഷോർട്സിൻ്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റെഫറൻഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ ഇതുപോലുള്ള അമേസിംഗ് ആയിട്ടുള്ള ഗുഡീസ് കൂടി യൂണി പേചെക്കിന് സബ്സ്ക്രൈബേഴ്സിന് അവർ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് ആയിട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.